10-25 വർഷം മുമ്പ് ഞാനൊരു ജില്ലയിൽ പ്രവർത്തിക്കുമ്പോൾ സംഘത്തിൻ്റെ ഗുരുദക്ഷിണ പരിപാടി അവിടെ നടക്കുക. ജൂലൈ മാസമാണ്. അപ്പം നല്ല മഴക്കാലമായതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരിപാടികളുണ്ട്. അപ്പം ഞാൻ ആ ജില്ലയിൽ ചെന്നതാണ് ഒരാവശ്യത്തിന്. അപ്പോൾ അവിടെ ഗുരുദക്ഷിണ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇട്ടിരുന്ന ഒരു സ്കൂളിൻ്റെ മുറ്റത്താണ് പരിപാടി. ബെഞ്ച് നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ബെഞ്ചിൽ പ്രായമായ കുറച്ച് അമ്മമാരിരിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിഗീതം കഴിഞ്ഞു, ബൗദ്ധിക തുടങ്ങി. സാധാരണ സംഘത്തിൻ്റെ ബൗദ്ധിക 45 മിനിറ്റാണ് നടക്കുന്നത്. അപ്പോൾ 45 മിനിറ്റ് ബൗദ്ധിക്ക് നടത്തിയാൽ ചെറുപ്പക്കാരനായ ഒരു കാര്യകർത്താവാണ്. പക്ഷെ ബൗദ്ധിക്ക് നന്നായിട്ട് നടത്തിയെങ്കിലും പുള്ളിയുടെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഭാരതത്തിനെ ചൂഴ്ന്നു നിൽക്കുന്ന ചില അപകടകരമായ സ്ഥിതികൾക്കുള്ളിൽ കൂടി നമുക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും പിന്നിലായിട്ട് അവിടുത്തെ ഒരു മുതിർന്ന കാര്യകർത്താവിൻ്റെ ഒരു 65-70 വയസ്സുള്ള അടിയന്തരാവസ്ഥയിലൊക്കെ ജയിലിൽ പോയ ഒരു അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ വിളിച്ചു, എടാ നീ എങ്ങോട്ട് വേണേലും ഇറങ്ങി ചെന്നു, കിഴക്കോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഇയാളങ്ങ് സ്തംഭിച്ചു. അപ്പൊ കിഴക്കോട്ട് നോക്കാൻ പറഞ്ഞതെന്നു വെച്ചാൽ മഴക്കാർ ഭയങ്കരമായിട്ട് കയറി വരികയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞതെന്താ, ഇനിയും നമുക്ക് ആഴത്തിലേക്ക് പുറത്ത് ഇറങ്ങി ചെല്ലാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയുക, നീ എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങി ചെന്നു, കിഴക്കോട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. എന്ന അവസ്ഥയിൽ നിങ്ങൾ ആരെങ്കിലും എണ്ണീറ്റ് പറയുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല. ഒരു ചോദ്യം എല്ലാവരോടും ചോദിക്കാം. നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം, അതൊരു നിർമ്മിതിയാണ്, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എൻ്റെ അമ്മയാണ്, അല്ലെ ഇന്ന ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇന്ന ശില്പമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ ഒരിക്കലും മായാതെ ഒരിക്കൽ മാത്രം കണ്ടിട്ട് അതൊരിക്കൽ മനസ്സിൽ നിന്ന് പോകാത്ത എന്തെങ്കിലും നമ്മളോട് പറയാൻ പറ്റുന്ന ഒരു ഘടകം ഉണ്ടോ? കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇത്രയും പേരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതായിട്ട് അതെന്തുകൊണ്ടാണ് തോന്നാതിരുന്നത്? യുവാവായ ഒരു സന്യാസി അവിടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് വലിയ തുക ആവശ്യപ്പെട്ടു വള്ളക്കാരൻ. ആ വലിയ തിരകളുള്ള കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് നീന്തി കടന്ന് 4 ദിവസം അവിടെ പോയി തപസ് ചെയ്തു സ്വാമി വിവേകാനന്ദൻ. അവിടുത്തെ ഒരു പ്രത്യേക സമുദായം അവരുടെ മതചിഹ്നം അവിടെ കൊണ്ടുവച്ചു. നിരന്തരമായ പോരാട്ടങ്ങളിൽ കൂടിയിട്ട്, നിയമ പോരാട്ടങ്ങളിൽ കൂടി RSSന്റെ സത്കാര്യവാഹായിരുന്ന ഏകനാഥ റാനഡെ എന്ന് പറയുന്ന ആളെ സംഘം വിട്ടുകൊടുത്ത് അങ്ങനെ ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളോട് 1 രൂപ വെച്ച് വാങ്ങി ഒരു വിവേകാനന്ദന്റെ ഫോട്ടോ നമ്മൾ പകരം കൊടുത്ത് അങ്ങനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അക്ഷീണമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം എന്നറിയാവുന്ന എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്? കുറച്ച് ആൾക്കാരുണ്ടല്ലേ? ഈ പെൺകുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ ലളിത സഹസ്രനാമം ചൊല്ലാറുണ്ട്? 4 വരി കാണാതെ ചൊല്ലാൻ പറ്റും? ശരി. അതിൽ ആദ്യത്തെ ആ ഒരു 4 വരിയിൽ ദേവി എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നൊരു വരി പറയുന്നുണ്ട്.
ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമീപ്യുത. എന്താ അങ്ങനെ പറയാൻ കാര്യം? അണ്ടും പറയാം ദേവകാര്യ സമീപ്യുത എന്ന് പറയാൻ എന്താ കാര്യം? ദേവി ആരാണ്? ഒരു സ്ത്രീയാണല്ലേ. ദേവന്മാരുടെ കാര്യം ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടവൾ എന്നല്ലേ ദേവകാര്യ സമീപ്യുത എന്ന് പറഞ്ഞത്. ദേവന്മാരിൽ ആരുണ്ട്? ഇന്ദ്രനുണ്ട്, മഹാവിഷ്ണുവുണ്ട്, ശിവനുണ്ട്. 33 ദേവതകളില് ഈ കരുത്തന്മാരായിട്ടുള്ള ആൾക്കാര്, ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവര്, വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളവര്, അസുരന്മാരെ കൊന്നിട്ടുള്ളവര്, അങ്ങനെ എത്രയോ പേർ. പിന്നെന്തിനാണ് ദേവകാര്യ സമീപ്യത എന്ന് പറയുന്നത്? ദേവിയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ആര് കൊടുത്തതാണ്? ഈ ദേവന്മാർ ഓരോരുത്തരും കൊടുത്തതാണല്ലേ. ഇതിലൂടെ ഇരിക്കട്ടെ, അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ കൊടുത്തതാണ്. അപ്പോ സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുന്നേ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ലളിതാ സഹസ്രനാമം ഇങ്ങനെ ഉരുവിടുമ്പോൾ ഏത് ലൈനിലാണ് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തേണ്ടത്? ഈ ദേവകാര്യ സമീപ്യുത എന്ന വിഷയത്തിലെ നിങ്ങൾ റിസർച്ച് ചെയ്യും. അപ്പോഴാണ് സ്ത്രീ എന്ന് പറയുന്ന വ്യക്തിയിൽ കൂടിയിട്ട് ഒരു രാജ്യത്തിന്റെ പരിവർത്തനം. തന്റെ മുന്നിൽ വന്നിരിക്കുന്ന 6 വയസ്സുകാരനായ കൊച്ചുകുട്ടിയെ മടിയിലേക്ക് ഇരുത്തിയിട്ട് കോട്ടകളുടെ മുകളിൽ പറക്കുന്ന വിദേശീയന്റെ അടിമത്വത്തിന്റെ കൊടികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ഭഗവ പതാകയാണ് പറക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് ഒരു സന്യാസിയുടെ കീഴിൽ പരിശീലനം സിദ്ധിച്ച് ആ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാന സ്തംഭമായി ഉയർന്നു വന്ന വീര ശിവാജിയെ മോൾഡ് ചെയ്തെടുത്തതാര ജീജാഭായി. അപ്പോ നമ്മുടെ തൊട്ട് നാട്ടിൽ നടക്കുന്ന സത്സംഗം രൂപീകരിക്കാൻ, അപ്പൊ ഇന്നിവിടെ വിളിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ഉത്തരവാദിത്വം ഇന്നിവിടെ തുടങ്ങാണ്. ഈ കെട്ടിടത്തിന്റെ പേരെന്താ? ഈ കെട്ടിടത്തിന്റെ പേര് ഉറക്കപ്ര. ഈ കെട്ടിടത്തിന്റെ പേര് അവിടെ വെള്ളി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? കണ്ടവർ എത്ര പേരുണ്ട്? കുട്ടികൾ എത്ര പേര് കണ്ടു, വായിച്ചു? ഹിന്ദു സാംസ്കാരിക കേന്ദ്രം. ഇവിടെ എന്തൊക്കെ കാര്യം നടക്കുന്നുണ്ടെന്നറിയോ? 20, 30, 40, 50 കുട്ടികളുടെ ഭരതനാട്യം, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഡാൻസ്, കളരി, കരാട്ടെ, IAS IPS കോച്ചിങ്, അതേപോലെ തന്നെ സംസ്കൃതം, കൗൺസിലിംഗ്, ഇങ്ങനെ 15 കാര്യങ്ങളാണ് ഈ കെട്ടിടം കേന്ദ്രീകരിച്ചാണ്. അപ്പൊ നിങ്ങളെ ഇന്നിവിടെ ഈ മീറ്റിങ്ങിന് വിളിച്ചപ്പോ വർത്താനം പറയുന്നവരോട് ചോദ്യമുണ്ട്. എന്റെ കേട്ടത് അവിടെ പടം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഇതിനിടെ ചോദ്യം ചോദിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ അന്നേരമല്ലോ വർത്താനം പറയുന്ന എല്ലാവരെയും ഞാൻ വിളിക്കും. അപ്പൊ ഈ ഇന്നു മുതൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ പ്രായമുള്ള കുട്ടികളെ ഒരുമിച്ച് ചേർത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരു സ്ഥാനീയ സമിതി രൂപീകരിക്കണം. എല്ലാവരും ഇപ്പൊ ഒരേ സ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്, 3-4 പേര്. അപ്പൊ മിനിമം 5 പേരിൽ തുടങ്ങി അടുത്ത വർഷം ഈ ക്യാമ്പ് നടക്കുന്ന സമയമാകുമ്പോൾ അത് 20 പേരാക്കി വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഇന്ന് ചേട്ടന്മാരല്ലേ നമ്മളെ കൊണ്ടുവന്നേ എല്ലാവരെയും. ഇനി അവരുടെ സഹായം വേണോ? ചേട്ടന്മാരുടെ സഹായമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ 5 പേരെ കൊണ്ടുവരണം.
അപ്പൊ 70 പേര് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് എങ്ങനെയാണ്? 7×5 35 350 പേരുടെ വലിയ ഹാളിലാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാം അഡ്രസ് എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കത്ത് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങൾ വരും. എന്താ വരി? ദേവകാര്യ സമിദ്യുത എന്നാണ്, അല്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് എന്താ? നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് എന്താ? നിങ്ങളില് ഈ കാര്യം ചെയ്യുമ്പോൾ മുമ്പേ മഹേഷ് സാർ പറഞ്ഞ പോലെ ഞാൻ അതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം പറയും. ഇടയ്ക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും യൂണിറ്റ് തുടങ്ങണം. അത് ഈ വിശുദ്ധ പരിഷത്തിന്റെ കുറച്ച് മീശക്കാരും റിട്ടയർഡ് ആൾക്കാരും കുറച്ച് പൂർണ്ണസമയ പ്രവർത്തകരെ പുറകിൽ നിരത്തിയിരിക്കുന്ന കണ്ടോ? എന്തിനാണെന്നറിയോ? ഇവരാണ് നിങ്ങളുടെ നാട്ടിലേക്ക് മീശയൊക്കെ പിരിച്ചു വരുന്നത്. എന്താ ഈ യൂണിറ്റ് എന്ന് ചോദിക്കാൻ. അവിടെ മീശ പിരിച്ചിരിക്കുന്നവരെ കണ്ടില്ല, ഞങ്ങോട്ട് പറഞ്ഞു. അപ്പൊ വരും, വന്നിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ മഹാഭാരതം എന്ന് പറയുന്ന ആ യുദ്ധഭൂമിയില് നമ്മൾ നിരവധി ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഈ ചിത്രങ്ങളിൽ നമ്മളെ ആകർഷിക്കുന്ന ബാലനായിട്ടുള്ള ഒരാളുടെ പോരാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരുടെ? അഭിമന്യുവിന്റെ. ആയുധങ്ങളായ ആയുധങ്ങൾ സകലതും തകർന്നു, തേര് തകർന്നു, തേരാളി മരിച്ചു, കയ്യിലൊരു ആയുധവുമില്ല. പോരാട്ടം ഒടുവിൽ നടത്തുന്ന എന്ത് കയ്യിലെടുത്തുകൊണ്ടാ? രഥത്തിന്റെ ചക്രം എടുത്തിട്ട് പോരാ. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ ആരാണെന്ന് ചിന്തിക്കണം, വേണ്ടേ? നമ്മൾ ആരാണെന്ന് ചിന്തിക്കണം. അപ്പൊ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത്. വഴിയിൽ കൂടി പോകുന്ന ഒരു സന്യാസി, ആ സന്യാസിയുടെ മുന്നിലേക്ക് നായ്ക്കളയുമായിട്ട് വരുന്ന ഒരു ചണ്ഡാലനോട് ആ സന്യാസി പറയുകയാണ്, വഴി മാറാൻ പറഞ്ഞു. വഴി മാറാൻ പറഞ്ഞപ്പോൾ ആ സന്യാസിയോട് ആ ചണ്ഡാലൻ ചോദിച്ചു, അന്നമയ കോശമായിട്ടുള്ള ഈ ശരീരം മാറണോ, എന്നിലും നിന്നിലുമുള്ള ആത്മാവ് വഴി മാറണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ചണ്ഡാലന്റെ മുന്നിലേക്ക് സാഷ്ടാംഗം നമസ്കരിച്ച്, നമ്മുടെ കാലടിയിൽ ജനിച്ച് വാഹനമില്ലാതിരുന്ന കാലഘട്ടത്തിൽ കാലടി കൊണ്ട് ആർഷഭാരതത്തെ മുഴുവൻ അളന്ന് ബദരിയും പുരിയും ശൃംഗേരിയും ദ്വാരകയും അടക്കമുള്ള 4 സംസ്കാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ പണിതുയർത്തിയ ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. ഒരു കാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ സൗകര്യമില്ലാതിരുന്നിടത്ത് മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിൽ ലഭിച്ച പണം ഉപയോഗിച്ചിട്ട് ലോകമത സമ്മേളനത്തിൽ പോയിട്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാതെ കഴിച്ചിരുന്ന കാലഘട്ടത്തിൽ, നിങ്ങൾ വസ്ത്രം ധരിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ വസ്ത്രം നെയ്ത് ധരിക്കുകയും ലോകത്തേക്ക് കയറ്റി അയക്കുകയും ചെയ്ത് വേദങ്ങളും ഉപനിഷത്തുക്കളും ആയുർവേദവും ശാന്തിയും സമാധാനവും ഇങ്ങ് ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഈ മുഴുവൻ ഗ്രഹനിലയും പഠിച്ച് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ലോകത്തിന് നൽകിയ, ആയുർവേദത്തെ സംഭാവന നൽകിയ, വേദങ്ങളെ സംഭാവന ചെയ്ത ഒരു നാടിന്റെ പ്രതിനിധിയായിട്ട് വന്ന് ലക്ഷാവധി സന്യാസി ശ്രേഷ്ഠന്മാരുടെ പേരിൽ നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ പിൻതലമുറക്കാരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഈ പാരമ്പര്യത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മ നമുക്ക് എത്ര വേണം എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു ഭഗവത്ഗീതയും മാറോടടക്കി പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിലേക്ക് നടന്നുപോയ സർദാർ ഭഗത് സിംഗിന്റെ പിൻതലമുറക്കാരാണ്. 2 ജീവപര്യന്തം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട്
നേരെ നിൽക്കാൻ പറ്റാത്ത സെല്ലിനകത്ത് തന്നെ കയ്യിലും കാലിലും ബന്ധിച്ചിരിക്കുന്ന ചങ്ങലക്കെട്ടുകളെ പരസ്പരം കോർത്തിരിക്കുന്ന ഇരുമ്പാണിയെ പേനയാക്കിക്കൊണ്ട്, കുമ്മായ ഭിത്തിയെ കടലാസാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ സ്തുതിക്കുന്ന അനേകം ഗീതങ്ങൾ എഴുതിയ വീരവിനായക ദാമോദര സവർക്കറുടെ പിന്തലമുറക്കാരാണ്. സ്വന്തം രാജ്യവും സകലതും ഉപേക്ഷിച്ചിട്ട് ഒരു ശ്മശാനത്തിന്റെ കാവൽക്കാരനായി മാറിയ രാജാ ഹരിചന്ദ്രന്റെ പിന്തലമുറക്കാരാണ്. തന്റെ മുന്നേ വന്നുപെട്ട ഒരു പ്രാവിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിലെ മാംസം അറുത്തെടുത്തു തുലാസിന്റെ തട്ടിൽ തൂക്കമെത്താതെ വന്ന സമയത്ത് സ്വയം കയറി ഇന്ന് തൂക്കമൊപ്പിച്ച് സമർപ്പിത ജീവിതത്തെ കാണിച്ച ശിബി ചക്രവർത്തിയുടെ പിന്തലമുറക്കാരാണ് നമ്മൾ. എണ്ണിക്കൊണ്ട് 21 പ്രാവശ്യം ക്ഷത്രിയ അഹങ്കാരത്തെ ഇല്ലാതാക്കിയ, ക്ഷാത്രവീര്യത്തെ ഇല്ലാതാക്കിയ ഭാർഗവരാമന്റെ പിന്തലമുറക്കാരാണ്. വാൽമീകിയുടെയും വസിഷ്ഠന്റെയും പരശുരാമന്റെയും ബലഭദ്രരാമന്റെയും ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും വസിഷ്ഠന്റെയും ദദീജിയുടെയും ജമദഗ്നി മഹർഷിയുടെയും പിന്തലമുറക്കാരാണ്. റാണി ചെന്നമ്മയുടെ പിന്തലമുറക്കാരാണ്. അങ്ങനെയുള്ള നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ രാഷ്ട്രോന്മുഖമായി ചിന്തിക്കുമ്പോൾ എനിക്കിത് സാധിക്കുമോ എന്നുള്ള സംശയം വരുന്ന സമയത്ത് ഞാൻ ആരാണെന്ന ചോദ്യം സ്വയം ചോദിക്കുകയും ആ ക്ഷാത്രവീര്യത്തെ നമ്മുടെ സിരകളിൽ കൂടി തലച്ചോറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം ചെയ്യേണ്ടവരാണ് നമ്മൾ. ഈ രാഷ്ട്രമായിട്ട് നിന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്താവും? ലിബിയ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, ജനാധിപത്യം ഉണ്ടായിരുന്ന ഒരു രാജ്യം, ഈ ഗാസയിൽ നിന്ന് മുസ്ലിം തീവ്രവാദികൾ കുടിയേറി ജനാധിപത്യത്തെ ഇല്ലാതാക്കി അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ, ഭൂരിപക്ഷമായ ക്രിസ്ത്യാനികളെ ന്യൂനപക്ഷമാക്കിയിട്ട് ഇന്നവരനുഭവിക്കുന്ന വേദന ലോകമെമ്പാടും ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ എവിടേക്ക് പോകും? കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ 48%. എത്ര ശതമാനമായി? 48%. 90 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സന്ധ്യാസമയത്ത് കാശ്മീരി പണ്ഡിറ്റുകൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ, ആപ്പിൾ തോട്ടം വെച്ചിരിക്കുന്നവർ വീട്ടിലേക്ക് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ വന്നിട്ട് ഒന്നിയിൽ മകൻ മാറാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മരണത്തിന് ഇതാകാൻ പറഞ്ഞ സമയത്ത് 5.5 ലക്ഷം പേരാണ് സ്വന്തം നാടുപേക്ഷിച്ച് ഡൽഹിയിലേക്ക് വന്നത്. ഒന്നാലോചിച്ചു. നമ്മുടെ കൂടുതൽ സമയവും നമ്മൾ ഈ മൊബൈലുകളിൽ ഇങ്ങനെ അഭിനന്ദിച്ചിരിക്കുന്ന സമയത്ത് ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ നടന്നു പോകുന്ന വഴിയിൽ നിൽക്കുന്ന കാടുകൾ, അത് പ്ലാക്കാടിയാണ്, കൊന്തംപുല്ലാണ്, മുടിയുങ്ങമാണ്, കറുകയാണ്, മറ്റുള്ള പുല്ലുകളുടെ പേര് എനിക്കറിയാം, പുൽച്ചാടികളുടെ പേരറിയാം, വിട്ടിലിന്റെ പേരറിയാം, കുരുവിയുടെ പേരറിയാം, മൈനയെ അറിയാം, വേഴാമ്പലിനെ അറിയാം, കാക്കയെ അറിയാം, പരുമ്പിനെ അറിയാം, കുറുനരിയെ അറിയാം, പുലിയെ അറിയാം, കാട്ടുപോത്തിനെ അറിയാം, ഇല്ലേ? പച്ചക്കറികളുടെ പേരറിയാം, മത്തങ്ങയും കുമ്പളങ്ങയും ചേമ്പും ചേരിയും കാച്ചിലും ഒക്കെ അറിയാം. നമ്മളോട് കാച്ചിൽ എന്താണെന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അമ്മ ഒരു കുഞ്ഞി ദോശ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഒരു കുഞ്ഞി ദോശ, സാധാരണ വലിയ ദോശയല്ലേ, ഒരു കുഞ്ഞി ദോശ നിനക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ചു പേർക്കുണ്ട്, ഇല്ലേ? ഞാൻ ഈ കൊറോണ സമയത്ത് ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന സംഘടനയിൽ 1 കിലോമീറ്റർ ദൂരത്തിലാണ് എൻ്റെ ഓഫീസ്. ഒരു വലിയ ബിൽഡിംഗ് ആണ്. അതിൻ്റെ 2ാം നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. ബാക്കി മുകളിലേക്ക് 5 നില, താഴേക്കില്ല. വേറെ ആരും ബിൽഡിങ്ങിലില്ല. ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു. കോളേജ് പ്രൊഫസറാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, കണ്ണത്തിന് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു,
എൻ്റെ മകള് ഇന്നെന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്നു. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത്ര വലിയ സംഭവം. അപ്പം MBBS പഠിക്കുന്ന മകളാണ്, കൊറോണ കാരണം വീട്ടിൽ വന്നാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, രാവിലെ അവരെ അച്ഛനും മക്കളും 2 മക്കളും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം കൂടെ വീടെല്ലാം വൃത്തിയാക്കി, ഷെഡ് വൃത്തിയാക്കി, തൊഴുത്ത് വൃത്തിയാക്കി, അങ്ങനെ വൃത്തിയാക്കി വന്നപ്പം ഒരു 10 മണിയായി. പറമ്പിൽ പോയി ചേമ്പും കാച്ചിലും ഒക്കെ കൂടെ പറിച്ചിട്ട് പുഴുങ്ങി, എന്നിട്ട് ഒരു മുളത്തിലേക്ക് 2 തൂശനില വെട്ടി വെച്ചു. എന്നിട്ട് കാന്താരിയും ഈ ഉള്ളിയും ഉപ്പുനീരും എല്ലാം കൂടി ഇങ്ങനെ ചതച്ചിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു. ഇങ്ങനെ പറഞ്ഞില്ല കേട്ടോ. കഴിച്ചപ്പം ഈ ചേച്ചി എന്ത് ചെയ്തു, കട്ടൻ കാപ്പി തിളപ്പിച്ചോട് കൊടുത്തു. എന്നിട്ട് ഒരാൾക്കൂടെ കാപ്പി കൊടുക്കാനായിട്ട് ഇറങ്ങി വരുമ്പോ ഈ മകള് അടുക്കള വാതിക്കൽ ഉള്ള ആ പൈപ്പിലേക്ക് കൈ കഴുകാനായിട്ട് വന്നപ്പോ അമ്മയൊന്ന് നോക്കി. ഒരു മിനിറ്റ് നോക്കി നിന്നിട്ട് അമ്മയുടെ സാരിയിൽ കൈ തുടച്ചിട്ട് അമ്മയുടെ വയറിൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട്, അരക്കെട്ടിൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് വയറിലേക്ക് മുഖം ചേർത്തി. ഒരു കൊറോണ വരണ്ടി വന്നു. അമ്മയുടെ ആ ദേഹത്തേക്കൊന്ന് അമർന്നു നിൽക്കാൻ ആ കുട്ടിക്ക്. അമ്മ കരഞ്ഞു പോയി, മകളും കരഞ്ഞു പോയി. നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നു ഇല്ലേ? അമ്മ നമുക്കെല്ലാം വിളമ്പുമ്പോ അമ്മ ഒരു പാത്രത്തിൽ വിളമ്പാറില്ല, അമ്മയുടെ പാത്രത്തിൽ അല്ലേ? ചിലപ്പോ അമ്മ അടുക്കളയിലായിരിക്കും ഒടുവിൽ കഴിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ കൂട്ടത്തിലായിരിക്കും. അമ്മയുടെ പാത്രത്തിൽ എത്ര വിളമ്പി എന്ന് നമ്മൾ നോക്കാറുണ്ടോ? അമ്മയുടെ പാത്രത്തിൽ സകലം കുറവുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കാറുണ്ടോ? അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കാറുണ്ടോ? അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള, ഒരു ശകലം കാരറ്റിന്റെ അല്ലെ ബീട്രൂട്ടിന്റെ തോരനും ചമ്മന്തിയും ഒരു മീൻമത്തിന്റെ കഷ്ണമൊക്കെ പൊട്ടിച്ച് വെച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ ഉരുട്ടിയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചി എനിക്ക് ഇപ്പോഴും തരും, എൻ്റെ പെങ്ങളുടെ മക്കളെ എനിക്ക് ഇപ്പോഴും തരും. ഞാനവർക്ക് വാരി കൊടുക്കും. എന്തിനാ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത്? ഇതാണ് സംഘടനയുടെ രൂപപ്പെടുത്തൽ. ഈ ഹൃദയം തുറന്ന സന്തോഷത്തെ വീട്ടിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ മരുമക്കളോട് ഞാൻ പറയും, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുത്തന്നെ പറഞ്ഞിട്ടില്ല, ഒച്ചപ്പ എന്നോട് പറയും. ഞാൻ ആൺകുട്ടികളൊന്നുമില്ല. അപ്പൊ അത് പറയുന്ന സമയത്ത് അവര് പറയും, ഞങ്ങൾക്ക് തുറന്നു പറയാൻ കൊച്ചപ്പനുണ്ടല്ലോ. എന്താ? അതാണ് ഹൃദയ ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് ഫ്രണ്ടാവണം, സുഹൃത്താവണം, ഒരു ചേട്ടനാവണം. അച്ഛന്റെ വിരലിൽ പിടിച്ച് അച്ഛന്റെ അടുക്കൽ പോയിരുന്ന് അച്ഛന്റെ തലയിൽ ഒന്ന് മസാജ് ചെയ്ത്, അച്ഛൻ കിടക്കുന്ന കട്ടിലിൽ ഒന്ന് കിടന്ന്, രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ എണീറ്റിട്ട് വരുമ്പോൾ അമ്മ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അമ്മയുടെ ചരിഞ്ഞു കിടക്കുന്ന അമ്മയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അമ്മയുടെ കൂട്ടത്തിൽ കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ അമ്മയുടെ അടുക്കൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ അമ്മയോട് പറയാൻ, എനിക്കിതുണ്ടാക്കി തരാൻ പറയാൻ നമുക്ക് സാധിക്കുന്നു എങ്കിലേ ഈ കുടുംബത്തിന്റെ ഒരു ഹാർമണി നമുക്ക് സൂക്ഷിക്കാനായിട്ടുള്ള പ്രായമൊക്കെ എല്ലാവർക്കുമായി ഇല്ലേ? എല്ലാവർക്കുമായി. എല്ലാവരും നോക്കുന്ന സമയത്ത് നിങ്ങൾ കടകളിലായിക്കോട്ടെ, എല്ലായിടത്തും ആയിക്കോട്ടെ, നിങ്ങൾ ഫോണിൽ നോക്കിക്കോളൂ, നിങ്ങൾ റീലുകൾ ഉണ്ടാക്കിക്കോളൂ. എല്ലാവരും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്തോളൂ. പക്ഷേ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവും നമ്മുടെ അമ്മയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സിനെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കും. കാരണം നാളെ നിങ്ങൾ അമ്മമാരാകാൻ പോകും, നിങ്ങളും രക്ഷകർത്താക്കളാകാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കുടുംബ ഭദ്രതയെ ഉറപ്പുവരുത്തുന്നതോടൊപ്പം നിങ്ങളുടെ സമാജത്തെ ഒരുമിച്ച് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി സംഘടനാ പ്രവർത്തനം ചെയ്യാൻ സാധിക്കണമെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം, അമ്മയുടെ അടുക്കൽ നിന്ന് തുടങ്ങണം. അമ്മയുടെ അടുക്കലിൽ ഇരുന്നിട്ട് ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചും തുടങ്ങണം. അമ്മയെ ജോലിയിൽ സഹായിച്ചുകൊണ്ട് തുടങ്ങണം, അച്ഛനെ സഹായിച്ചുകൊണ്ട് തുടങ്ങണം. അങ്ങനെ മനസ്സുള്ളവർക്ക് മാത്രമേ
അടുത്തു നിൽപ്പോരനുദിനെ മനുഷ്യനെ കാണാൻ അക്ഷികളില്ലാത്തോർ ഈശ്വരൻ അരൂപനായി മാറുന്നു. അല്ലേ? എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈശ്വരൻ എങ്ങനെ പ്രത്യക്ഷനാകും? ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഉടുപ്പി കൃഷ്ണൻ എങ്ങോട്ടായിരിക്കുന്നത്? പടിഞ്ഞാട്ട്. എങ്ങനെയാ കൃഷ്ണനെ കാണുന്നത്? ഭിത്തി പിളർന്നതിൽ കൂടിയിട്ട്. എങ്ങനെ? കനകദാസ് എന്ന് പറയുന്ന ആട്ടിടയനെ അന്നത്തെ ജാതി സംവിധാനം ഉള്ളിലേക്ക് കയറ്റാതിരിക്കുമ്പോൾ അമ്പലത്തിന് ചുറ്റും കനകദാസ് കൃഷ്ണനെ പറ്റി പാടിക്കൊണ്ടിങ്ങനെ നടക്കും. ഒരു സുപ്രഭാതത്തിൽ ഈ ജാതിയുടെ ആൾക്കാരെ അകത്തുനിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദുഃഖത്തോടുകൂടി കനകദാസ് ഈ അമ്പലത്തിന്റെ ചുറ്റും ഇങ്ങനെ പാടുമ്പോൾ കനകദാസ് എന്നൊരു വിളി. ആ ശ്രീകോവിലിന്റെ പ്രവേശവും മാറി, മതിലും മാറിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ കണ്ടോളാൻ പറഞ്ഞു കൃഷ്ണൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? സമാജ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭക്തിപൂർവമായ നിഷ്കളങ്കമായിട്ടുള്ള സമാജത്തോടുള്ള ഭക്തിയും സ്നേഹവും, ആ സ്നേഹത്തിൽ കൂടി വിശ്വഹിന്ദു പരിഷത്തിന്റെ ആദർശത്തെ നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൂടെ നിർത്താൻ സാധ്യമേ അല്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരാളെ ചേർത്ത് നിർത്താൻ സാധ്യമേ അല്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പകർന്നു കൊടുക്കുന്ന സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ നിങ്ങളുടെ കൂടെ നിൽക്കത്തുള്ളൂ. സ്നേഹിക്കാനായിട്ടുള്ള മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുക, സ്നേഹിക്കാനുള്ള മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള പ്രവർത്തനം. നിങ്ങൾ ആരെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇരിക്കുന്ന ഒരു തലമുറയും പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ പുറകിൽ ഇരിക്കുന്നവരോട് ചോദിക്കാം, നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? അവിടെ നോക്ക്, നിങ്ങൾ തിരിഞ്ഞു നോക്ക്, നിങ്ങൾ ചെറുപ്പക്കാർ തിരിഞ്ഞു നോക്ക്. പട്ടിണി കിടന്നവര് നോക്ക് ഒരു കാലഘട്ടത്തിൽ, ഞാൻ ഉൾപ്പെടെ. ഈ പട്ടിണി എന്തിനാണെന്നറിയോ? ഈ സംഘടനയെ വളർത്താൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്നവർ. കൂലിപ്പണിക്ക് പോകാതെ, കൂലിപ്പണിക്ക് പോയാലേ വീട് കഴിയൂ, പക്ഷെ പണിയാൻ പോയാൽ ശാഖ നടത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? സമ്പർക്കം ചെയ്യും, കിട്ടിയാൽ കിട്ടി, വീട് പട്ടിണിയായിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ, ഞാനിവിടെ കോട്ടയം ജില്ലക്കാരിക്കുന്നുണ്ട്, മീനച്ചി താലൂക്കിൽ ഒരു കാര്യകർത്താവ് സ്വന്തം മകളെ തോളിലിട്ടിട്ട് അദ്ദേഹം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യകർത്താവിന്റെ വീട്ടിൽ ചെന്നു. പെരുമഴ, കുട്ടിയെ തോളിലിട്ട് ഭാര്യയെ കുടക്കയില്ല, ഒരു കുടയുടെ കീഴിൽ 3 പേര് ചെന്നത്. അപ്പോ എന്താന്ന് ചോദിച്ചു, കൊച്ചിന് മരുന്ന് മേടിക്കണം, എനിക്കൊരു 1000 രൂപ വേണമെന്ന് പറഞ്ഞു. 1000 രൂപ കൊടുത്തു. പിറ്റേ ദിവസം അവിടെ സംഘത്തിന്റെ ഗുരുദക്ഷിണയാണ്. ആ ശാഖയിലെ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വലിയ തുക അയാൾ ചെയ്തപ്പം ഈ കാര്യകർത്താവിന് സംശയം, വല്ലൊരു കടം മേടിച്ചിട്ടാണോ ഈ ഗുരുദക്ഷിണ? അപ്പൊ അയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ചേട്ടാ, ഞാൻ പൈസക്ക് ചേട്ടന്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഭാരതമാതാവിന്റെ ഫോട്ടോയുടെ മുന്നിൽ കുടുക്കയ്ക്കുള്ളിൽ ഈ പൈസ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണ്, അത് തൊടാതെയാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് പൈസ വാങ്ങാൻ പറഞ്ഞവരാണ് നിങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ചത്. ഈ കൈ ഉയർത്താത്തവരോട് സന്തോഷത്തോടു കൂടി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ വയനാട്ടിലേക്ക് പോകണം, വയനാട് ഒന്ന് കാണാൻ പോകണം. ആ വയനാട്ടിലെ കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും കടയടയ്ക്കാൻ നോക്കിയിരിക്കുന്ന നമ്മുടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വനവാസി സഹോദരിമാരും സഹോദരന്മാരും, യഥാർത്ഥ ഭൂമിയുടെ നേരവകാശികൾ, വനവാസികൾ, ആദിവാസികൾ, അവിടുത്തെ സമുദായങ്ങൾ, സംഘടിത സമുദായങ്ങൾ അവരുടെ മണ്ണും ഭൂമിയും വെള്ളവും ആകാശവും വനവും എല്ലാം കവർന്നെടുത്തിട്ട് റോഡിലേക്ക് ഇറക്കി വിട്ടവർ. ഒരു നേരം തലചായ്ക്കാൻ സ്ഥലമില്ലാതെ കടത്തിണ്ണയ്ക്ക് കാർട്ടൂൺ ബോക്സ് വിരിച്ചിട്ട് കിടന്ന് രാവിലെ 8 മണിക്ക് കട തുറക്കാൻ വരുമ്പോൾ അതും അടക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് കൂലിപ്പണിക്ക് പോകുന്നവർ, അവരെയാണ് നിങ്ങൾ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങളെക്കായി പ്രായം കുറഞ്ഞ് 10, 15, 14, 13 വയസ്സുള്ള നമ്മുടെ പെൺകുട്ടികളായിട്ടുള്ള വനവാസി ഹിന്ദു സഹോദരിമാർ വിരാജപേട്ടയിലും മൈസൂറിലും ഒക്കെ പോയിട്ട് ഇഞ്ചി കണ്ടത്തിൽ പണിയെടുക്കുന്നു.
ചൂഷണത്തിന് വിധേയമാകുന്നു. മലപ്പുറം ജില്ലയിലെ കവലയിൽ നിന്നിട്ട് അമ്പലത്തിന്റെ മുന്നിൽ റെക്കോർഡ് വെച്ചാൽ ഈ പാട്ട് ഇവിടെ വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ചിരട്ടയിൽ ചായ കൊടുത്തിരുന്ന മലപ്പുറം ജില്ലയിൽ, ഹിന്ദുക്കൾക്ക് ചിരട്ടയിൽ ചായ കൊടുത്തിരുന്ന മലപ്പുറം ജില്ലയിൽ ശ്രീകൃഷ്ണദേവിയുടെ ശോഭായാത്ര വരുമ്പോൾ പള്ളിയുടെ മുന്നിൽ കൊട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ RSSന്റെ കാക്കി ട്രൗസർ ഇട്ടിട്ട് മുണ്ടതിന്റെ മേളിൽ ഉടുത്തിട്ട് നിക്കറ് കാണാൻ പൊക്കി കുത്തിയിട്ട് ചെന്നപ്പോൾ സ്പടിക ക്ലാസ്സിൽ മാപ്പിളയ്ക്ക് ചായ കൊടുക്കുന്ന അതേപോലുള്ള സ്പടിക ക്ലാസ്സിൽ ചായ മേടിച്ചു കുടിച്ച ആൾക്കാരാണ് ഈ പുറയിലിരിക്കുന്ന തലനരച്ചവരും കഷന്തിക്കാരും ഈ നടക്കാൻ വയ്യാത്തവരായിട്ട് ഈ സംഘടനാ പ്രവർത്തനം ചെയ്ത് 50 വർഷമായിട്ട് ഇരിക്കുന്നത്. അവര് വെട്ടിത്തെളിച്ച പാതയിലാണ് നിങ്ങൾ കയറി നിൽക്കുന്നത്. അവരുണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ അതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളോട് അടിയന്തരാവസ്ഥയിൽ RSSന്റെ പ്രവർത്തകന്മാരെ കൊണ്ടുപോയി അതിക്രൂരമായിട്ട് മർദ്ദിച്ച് എന്തെല്ലാം ഭേദ്യം ചെയ്യാമോ ചെയ്ത് അത് ചെയ്തിട്ട് അതിന് എതിരെ പോരാട്ടം നടത്തി അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച 3ാമത്തെ തലമുറയോ 4ാമത്തെ തലമുറയോ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഹിന്ദു പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒന്ന് സംഘടിപ്പിച്ച് സമാജത്തിന് വേണ്ടി ചിന്തിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വരുന്നെങ്കിൽ നിങ്ങളുടെ പടിവാതിക്കലാണ് തോക്കുമായിട്ട് ഇവിടുത്തെ തീവ്രവാദികൾ വരാൻ പോകുന്നത്. നിങ്ങളുടെ പഠിക്കൽ, നിങ്ങളുടെ വീട്ടിനകത്തേക്ക് അവർ കയറി വരും. സംശയമുണ്ടെങ്കിൽ മാറാടെന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടതാണ്. ബോട്ടിൽ വന്നവർ 9 പേരെയാണ് ഒറ്റ ദിവസം ഒറ്റ മണിക്കൂറിനുള്ളിൽ അരമണിക്കൂറിനുള്ളിൽ വെട്ടി ശരിപ്പെടുത്തിയിട്ട് പോകും. ഇസ്ലാമിക് ടെററിസം നിങ്ങളുടെ മൂക്കിന്റെ താഴെ വന്ന് നിൽക്കുകയാണ്. അന്നും RSS പറയുമ്പോൾ, കാശ്മീരിലെ കാര്യം പറയുമ്പോൾ RSSന്റെ സർസംഘചാലകന് യുദ്ധക്കൊതിയാണെന്ന് പറഞ്ഞവർ 90കളിൽ ഡൽഹിയിലേക്ക് ഓടിപ്പോരേണ്ടി വന്നു. കേരള നിയമസഭയിൽ ജയിച്ചു വരുന്ന 140-ൽ 70 പേര് എല്ലാ പാർട്ടിയിൽ കൂടി. ജില്ലാ കളക്ടർമാര്, SP-മാർ, ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കുന്നവർ, മീൻ വിൽക്കുന്നവർ, തകരം പെറുക്കുന്നവർ, IAS-കാർ, IPS-കാർ, ഡോക്ടർമാർ, ലെക്ചറർമാർ, അധ്യാപകർ ഒരു പാലിരിച്ചിട്ട് വെള്ളിയാഴ്ച മുട്ടുകുത്തി നമസ്കരിക്കുന്നു. അപ്പുറത്ത് IAS-കാരൻ, ഇപ്പുറത്ത് IPS-കാരൻ, അപ്പുറത്തെ മന്ത്രി, എല്ലാവരും സമത്വത്തോടു കൂടിയിരുന്ന് അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു കടലോരത്ത് ജീവിച്ച ഒരു സ്ത്രീ കാലിൽ ഈ താളം തല്ലിക്കൊണ്ട് ഹരേ രാമ പാടിയിട്ട് ആയിരക്കണക്കിന് വിദേശീയരെ ഈ ധർമ്മത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ വീടിന് ചുറ്റുമുള്ള എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നിങ്ങൾ സംഘടിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയോട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പാതകമായിട്ട് ഇത് മാറും. നിങ്ങളുടെ കൺമുമ്പിൽ ഇത് കാണുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് അതിനുള്ള പ്രായമായി. നിങ്ങളുടെ കയ്യിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഇസ്ലാമിക് ടെററിസം ഇൻ ഇസ്രായേൽ, ഇന്തോനേഷ്യ, ആഫ്രിക്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ നിങ്ങൾ അടിച്ചാൽ മതി, കിട്ടും. ഇന്ത്യ അടിച്ചാൽ കിട്ടും. നിസ്സാര പാർട്ടികളല്ല, ഡോക്ടർമാരുടെ സംഘമാണ്. ഡോക്ടർമാരുടെ സംഘമാണ് ഫരീദാബാദിൽ ഈ സ്ഫോടനത്തിലുള്ള സാധനമായിട്ട് വന്നത്. കേരളം അതിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അന്തസ്സോടുകൂടി പൊട്ടുകുത്തി റോഡിലിറങ്ങി നടക്കണോ, ചന്ദനക്കുറി തൊടാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാസർഗോഡ് ജില്ലയിലാണ് ഹിന്ദു പെൺകുട്ടിയെ
സ്കൂളിൽ പിടിച്ചിരുത്തി അവളുടെ പൊട്ടും വായിച്ച് അവൾക്ക് തലയിൽ തട്ടമിട്ട് കൊടുക്കുന്ന വീഡിയോ ഈ കേരളത്തിലാണ് വന്നത്. ഈ കേരളത്തിലാണ് വന്നത്. ഈ കേരളത്തിൽ നിന്നാണ് നിമിഷ ഫാത്തിമ ഉണ്ടായത്. അഫ്ഗാനിസ്ഥാനിൽ ജയിലിൽ കിടക്കുന്നു. നിസ്സാര പാർട്ടിയല്ല, ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിയുടെ മകളുടെ മകൾ നിസ്സാര കുടുംബത്തിൽപ്പെട്ടവരാണോ? അഫ്ഗാനിസ്ഥാനിൽ കിടക്കുകയാണ്. ഈ തീവ്രവാദം നിങ്ങളുടെ കാൽ ചുവട്ടിലാണ് നിൽക്കുന്നത്, കാൽ ചുവട്ടിൽ. അപ്പോഴാണ് ഇപ്പൊ ഞാന് ഈ 37 വർഷമായിട്ട് RSS പ്രവർത്തിക്കുന്നു. ഞാൻ ബിടെക് വിദ്യാഭ്യാസവും ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിലും പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്ന ശ്രീകുമാറിയായാലും ഓരക്കുടഞ്ചേട്ടനായാലും ഇവരൊക്കെ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? ഞാൻ അനിൽജി, ഞാനും കൂടി ഇപ്പം എനിക്ക് തോന്നുന്ന അനിൽജി ഞാൻ പ്രചാരകനാണ്. അനിൽജി ഏതാണ്ട് 10 ദിവസമായി, 10 ദിവസം ഡൽഹിയിലും മീററ്റിലുമായിരുന്നു. തിരിച്ചു വരാൻ നിർവാഹമില്ല, ക്ലൈമറ്റ് കാരണം. പുള്ളിയുടെ കുടുംബത്തിലെ കാര്യം, ആരെങ്കിലും പൈസ കൊടുക്കും, കയ്യിൽ നിന്ന് 20,000 30,000 പോവാണ്. ഒരു വർഷം എത്ര ലക്ഷം പോകുന്ന ഓരോരുത്തരെ. ഈ സമാജ കാര്യത്തിന് വേണ്ടി ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഈ നാടിലെ മുഴുവൻ, നിങ്ങൾക്കറിയോ, വിശ്വ ഹിന്ദു പരിഷത്ത് 11 ബാലബാലികാ സദനങ്ങൾ നടത്തുന്നു. ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് ഈ സംസ്കാരം പഠിപ്പിച്ച് ജീവിക്കാൻ മാർഗമില്ലാത്തവരെ കൊണ്ട് പഠിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് VR രാജശേഖരൻ ഒരു 6 മാസമായിട്ട് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും, വണ്ടിയിൽ ചാക്കെടുത്തിടും, വാഴക്കൊല വെട്ടും. 5.25 ലക്ഷം അയ്യപ്പ ഭക്തന്മാർക്കാണ് ഈ വർഷം അന്നദാനം നടത്തിയത്. നിങ്ങൾ ചെങ്ങന്നൂരിലൂടെ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനെ പടിഞ്ഞാറോട്ട് നോക്കണം. 1 കോടി രൂപ ഈ നാട്ടിൽ ഇറങ്ങി ജനങ്ങളോട് മേടിച്ച് സ്ഥലം വാങ്ങി വലിയ കെട്ടിടം പണിതിട്ട് അവിടെ അന്നദാനം നടത്തുന്നു. എന്താ, ഒരു അയ്യപ്പന്റെ കാലിൽ മുള്ളു കൊള്ളരുത് എന്ന് തോന്നിച്ചിട്ട്. ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രചാരകന്മാരും കാര്യകർത്താക്കളും അടക്കം ആയിരക്കണക്കിന് ആൾക്കാരെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, ഈ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മർദ്ദനമേൽക്കുന്നു, ജയിലിൽ പോകുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും വെട്ടുകൊണ്ട് ബലിദാനിയാവുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ കുടുംബത്തിലെ ഭാര്യയ്ക്ക് സാരി മേടിക്കാൻ വേണ്ടിയിട്ടാണോ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു യുവത്വത്തെ മുന്നേറ്റിയിട്ട് ഈ സമാജത്തെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനോഭാവത്തെ നിങ്ങൾ വളർത്തിയെടുക്കണം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് 1925 7 കൊച്ചുകുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് ഈ നാടിന്റെ വൈഭവത്തിനായിട്ട് ഒരു സംഘം തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് സംഘം ആരംഭിച്ച് 100 വർഷത്തെ ഒരു ചൈതന്യപൂർണമായ പ്രവർത്തനമായി നിലനിർത്തിയവരുടെ പിന്തലമുറക്കാരാണ് നമ്മളെന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വേണം. ഇതുകൊണ്ട് സംഘടനയുടെ സംസ്ഥാന ചുമതലയുള്ളവർക്കോ ആർക്കുമുള്ള വ്യക്തിപരമായ നേട്ടമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ വീട്ടിലെ 3ാം തലമുറയിലോ 4ാം തലമുറയിലോ പെട്ടവരുടെ പ്രായമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് പണമുണ്ടാവും, ജോലി ഉണ്ടാവും, നിങ്ങൾക്കെല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ മാനത്തിന് മറ്റുള്ളവർ വില പറയുന്ന ഒരു സാഹചര്യത്തെയാണ് നിങ്ങളുടെ മൗനം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്. ഒരു രാജ്യത്ത് നിങ്ങൾ തൊഴിൽ ചെയ്യാതിരിക്കാം, വിദ്യാഭ്യാസം ചെയ്യാതിരിക്കാം, നിങ്ങൾ പട്ടിണി കിടക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, എന്തിനും പ്രശ്നമില്ല, അപകടമില്ല. പക്ഷെ നിങ്ങൾ ആലസ്യത്തിൽ നിങ്ങൾ ആണ്ടുപോയാൽ ആലസ്യമാണ്ടുപോയ ഒരു ജനതയുടെ ദീർഘകാലത്തെ അടിമത്വത്തിൽ നിന്നാണ് ബ്രിട്ടീഷുകാരിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ ചെറുപ്പക്കാർക്ക്, സുഭാഷ് ചന്ദ്രബോസിനും പിന്നെ നിരവധിയായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദിനും ഒക്കെ ചെറുപ്പമാർ തന്നെ. ചന്ദ്രശേഖർ ആസാദിനും ഖുദിറാം ബോസിനും രാമചന്ദ്ര പാണ്ഡുരംഗയ്ക്കും ചെറുപ്പമായിരുന്നു. അവരുടെ യുവത്വമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സ്വാതന്ത്ര്യം. ജാലിയൻ വാലാബാഗിൽ വെടിവെച്ചു കൊന്ന ജനറൽ ഡയറിനെ ലണ്ടനിൽ പോയി വെടിവെച്ച്
കൊന്ന ഉദ്ധം സിംഗിനെ വിചാരണ കോടതി തൂക്കാൻ വിധിച്ചപ്പോ നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു കണ്ണാടി വേണമെന്നാ പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ? ഈ ജനറൽ ഡയറിനെ കൊല്ലുന്നത് വരെ ഞാൻ എന്റെ മുഖം കണ്ണാടിയിൽ കാണില്ല എന്ന് ശപഥമെടുത്തിട്ട് കപ്പൽ കയറിപ്പോയിട്ട് അയാളെ കൊന്നു. അങ്ങനെ മേടിച്ചു തന്ന സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഈ സമൂഹം നിൽക്കുന്നത്. സമൂഹത്തോടുള്ള കടപ്പാട് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, രാഷ്ട്രത്തോടുള്ള കടപ്പാട് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു രാഷ്ട്രത്തിന്റെ അഭിമാന ബോധത്തെ ആലസ്യത്തിലേക്ക് നിങ്ങൾ തള്ളിവിടും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിമാനമുള്ള ഒരു ജനതയായി നമ്മളെല്ലാവരും വളരണം. അഭിമാനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനേക്കാളും വലുതാണ്. അപ്പോൾ ആ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ, അന്തസ്സായി ജീവിക്കാൻ, കാര്യക്ഷമതയോടുകൂടി ജീവിക്കാൻ, ആരുടെ മുന്നിലും തലകുനിക്കാൻ നമ്മുടെ രാഷ്ട്രവും നാമും തയ്യാറല്ല എന്ന് ഹിന്ദു സമാജത്തെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സർവേശ്വരനും ഈ ദേവകാര്യ സമിത്യുത എന്ന ആ വാക്ക് മനസ്സിൽ ഉറപ്പിച്ച് കൂടുതൽ ഉറപ്പിച്ച് നിർത്താനും സാധിക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രയത്നത്തിന് ഇന്ന് വിശ്വ പരിഷത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഹിന്ദു യുവതയുടെയും യുവതികളുടെയും മുന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ ബാല്യകാലത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ സമർപ്പിതമായിട്ടുള്ള ഈ ഇന്നിവിടെ വരാനുള്ള മനസ്സിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ സമർപ്പണത്തിൽ വിശ്വാസമുണ്ട്.